ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം 21 തുടങ്ങി 33 വരെയുള്ള വാക്യങ്ങളും 36 തുടങ്ങി 38 വരെയുള്ള വാക്യങ്ങളുമാണ് തിരുസഭ നമുക്ക് വിശുദ്ധ വാരത്തിലെ ചൊവ്വാഴ്ച ദിനത്തിൽ വചനവിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. അന്ത്യ അത്താഴത്തിന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുന്ന ഈശോ അവരോടായി പറയുന്നു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ഈശോ പറയുന്ന ഈ മഹത്വം മാനുഷിക സങ്കല്പത്തിലെ മഹത്വമല്ല, മറിച്ച് കുരിശിൽ താൻ ഉയർത്തപ്പെടുന്ന മഹത്വത്തെക്കുറിച്ചാണ് ഈശോ പ്രതിപാദിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായത്തിൽ ഈശോ ഇതിനെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടും. അവനെ ദർശിക്കുന്നവൻ, അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. പ്രിയ സഹോദരരെ, ഈശോ കൃത്യമായ ഭാഷയിൽ നമുക്ക് വെളിപ്പെടുത്തുന്നു, അവൻ കുരിശൻ ഉയർത്തപ്പെട്ടില്ല എങ്കിൽ, അവനിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷയുണ്ടാവുകയില്ല എന്ന്. ഈശോ പറഞ്ഞ ഈ മഹത്വത്തിൻ്റെയും രക്ഷയിലേക്കുമുള്ള വഴി തെളിക്കാനായിട്ടാണ് യൂദാസ് അത്താഴമേശയിൽ നിന്നും എഴുന്നേറ്റ് യഹൂദ പ്രമാണികളോടൊപ്പം ഗൂഢാലോചനയ്ക്കായി പുറത്തേക്ക് പോയത്. തൻ്റെ ഗുരുവിനോടും സഹചരരോടുമൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഒരേ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്ത യൂദാസ് ഇപ്പോൾ ഒറ്റുകാരൻ്റെ വേഷമണിയും. പ്രിയ സഹോദരരെ, ഒരു ഈ സുവിശേഷത്തിൽ നമ്മൾ കണ്ടതുപോലെ സമാന്തരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. ജീവനും സമയവും കഴിവും സമ്പത്തും ആരോഗ്യവുമൊക്കെ നൽകി സ്നേഹിച്ചവരിൽ പലരും ഇന്ന് വൈരികളായി തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് ഓർക്കാം, ഇത് ക്രിസ്തുവിനോടൊപ്പം നമ്മളും മഹത്വപ്പെടുന്നതിനു വേണ്ടി ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന അവസരമാണ്. അത് നഷ്ടപ്പെടുത്താതെ നമുക്ക് അതിൽ നിന്നും അനുഗ്രഹങ്ങൾ കൊയ്യാം. ആയതിനാൽ പ്രാർത്ഥിക്കാം, ഈശോയെ, നിന്നെ പ്രതിയുള്ള സ്നേഹത്താൽ സമചിത്തതയോടെ സ്നേഹത്തോടെയും ഇത്തരം ജീവിത സാഹചര്യങ്ങളെ നേരിടുവാനുള്ള കൃപയും ശക്തിയും ധൈര്യവും നൽകണമേ. അങ്ങനെ നിന്നോടൊപ്പം നിന്നെപ്പോലെ ഞങ്ങളും പിതാവായ ദൈവത്തെ എന്നും മഹത്വപ്പെടുത്തട്ടെ. ആമേൻ.